Hi friends, welcome to our channel. എൻ്റെ പേര് ശില്പ. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ ജനൽപ്പടിയുടെ മേളിലും പിന്നെ ടേബിളിന്റെ മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നിരത്തി ഇട്ടിട്ടുണ്ടാവും. അതെല്ലാം കൂടി അടുക്കി പെറുക്കി ഒന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബോക്സ്. ഈ ബോക്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷൂ, ചെരുപ്പ് ഇതൊക്കെ ഇട്ട് വരുന്ന ഈ ബോക്സ് ഇല്ലേ, ആ ബോക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കത്തി, കത്രിക, പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം, പേപ്പേഴ്സ് തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ വേണം. പിന്നെ കളർ പേപ്പേഴ്സ് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് ഈ ഒരു ബണ്ടിലിന് 100 എണ്ണമാണ് വരുന്നത്. 100 എണ്ണത്തിന് 100 രൂപയാണ് വരുന്നത്. പിന്നെ വേണ്ടത് ഗ്ലൂഗൺ ഞാനിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഡ്ബോർഡുകൾ തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാർഡ്ബോർഡുകൾ തമ്മിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഗ്ലൂഗണ്ണാണ് കുറച്ചും കൂടി ബെസ്റ്റ്. ഫെവിക്കോൾ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൂഗണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് ഈ ബോക്സിൻ്റെ അടപ്പ്. ഈ അടപ്പിൻ്റെ ഈ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം ഞാനിതുവരെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ പൊളിക്കാൻ പറ്റുന്ന ഈ ഭാഗം, ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. 4 സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നടുവത്തെ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കത്തി ഉപയോഗിച്ചാണ് ഞാനിതിവിടെ കട്ട് ചെയ്യുന്നത്. കത്രിക ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് കത്തിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ഭാഗമാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ ഹൈറ്റിനനുസരിച്ച് ഈ ബോക്സിൻ്റെ ഈ ഹൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ പീസാക്കിയിട്ട് വെക്കണം, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഹൈറ്റ് കണക്കാക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് കറക്റ്റ് ടൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ബോക്സ് കുറച്ചൊരുത്തിരി ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കാതൊക്കെ വേണ്ടി കറക്റ്റ് ടൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്രയും ആണ് ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം വെച്ചിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു. അവിടെ ഞാൻ കട്ടിങ് ഇട്ട് കൊടുത്തു. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കത് രണ്ടും കൂടി യോജിപ്പിച്ചാൽ മതി. ആ അളവ് തന്നെ ഒരു 3 എണ്ണം നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഞാനിത് 3 പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബോക്സിൻ്റെ പുറമേ ഉള്ള ഭാഗം കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൽ ബ്ലൂ കളർ പേപ്പറാണ് ഞാനിവിടെ പുറം ഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്ക് എത്ര പേപ്പേഴ്സ് വേണമെന്ന് അറിയില്ല, നമുക്ക് ഒട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ പുറം ഭാഗം നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്ക് പേപ്പർ കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടി ഫെവിക്കോളാണ് ബെസ്റ്റ്. മറ്റേ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചിങ്ങനെ മുഴച്ച് നിൽക്കാനുള്ള ചാൻസ് ഉള്ളു. അതുകൊണ്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഒട്ടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീതിയിൽ ഒട്ടിക്കുന്നതാണ് നല്ലത് കേട്ടോ. വീതിയിൽ, അതായത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നതാണ്. കാരണം ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പേപ്പേഴ്സ് ലാഭിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഞാനിതിൽ ഗമ്മ് പരട്ടി ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക.
അപ്പം ഞാനിതിൻ്റെ പുറംഭാഗം മുഴുവൻ ഈ ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷനായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നന്നായിരിക്കും. ഇത് മുഴുവൻ ഞാൻ ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് കവർ ചെയ്യണം. അതിന് ഞാനിവിടെ യെല്ലോ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളർ പേപ്പർ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉൾഭാഗം കവർ ചെയ്യാം. ഉൾഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യണം. ഇത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഞാനിതിൽ ഗമ്മ് പരട്ടി കഴിഞ്ഞിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇനി അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യെല്ലോ ഷീറ്റ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളിവിടെ പീസാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അടപ്പിൻ്റെ ഭാഗങ്ങൾ, അതിൽ നമ്മൾ ഒന്നായിട്ട് യെല്ലോ ഷീറ്റ് ഒട്ടിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. അതേപോലെ ഇതും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ 2 ഷീറ്റിൽ യെല്ലോ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, പേപ്പർ കീറി പോവാതെ നോക്കണം. വെച്ച് നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു കള്ളിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഇത് നടുവിലാണെങ്കിൽ നടുവിൽ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ വെച്ച് നോക്കുക. ഇത് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങൾക്ക് നടുവിൽ തന്നെ വെക്കാം, അല്ല സൈഡിൽ തന്നെ വെക്കണം എന്നില്ല. നടുവിൽ വെക്കുകയാണെങ്കിൽ നടുവിൽ വെക്കാം. ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യാം. 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതും ഇതേപോലെ യെല്ലോ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. എങ്ങനെയാണ് നമ്മുടെ ബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പീസസ്, നമ്മൾ പീസാക്കി ഒട്ടിച്ച് വെച്ച പീസസ് ഈ ബോക്സിൽ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കണം. അത് നമ്മൾ ചെയ്യുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. കാരണം ഇത് കാർഡ്ബോർഡ് തമ്മിൽ ഒട്ടുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം ഗമ്മ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ, ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു പോരും. അതുകൊണ്ട് അത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ ചെറിയ പീസ് ഒട്ടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മറ്റേത് ടൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസ് ആദ്യം ഒട്ടിച്ച് വെക്കുന്നത്. ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം അതവിടെ
അമർത്തി വെക്കുക. അമർത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ശരിക്കും അവിടെ പിടിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് പെർഫെക്ഷൻ കുറവാണ്, കാരണം ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ചെയ്തത് കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ നന്നായിട്ട് സൈഡും ഒക്കെ കട്ട് ചെയ്തിട്ട്, പേപ്പേഴ്സൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ബോക്സ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിലുണ്ട് ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നുള്ളത് അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് റെഡിയായി. ഇന്നത്തെ സ്റ്റോറേജ് ബോക്സ് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ കാർഡ്ബോർഡ് ബോക്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.